ഹേയ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇതെന്താണ് മാർജിൻ വരക്കലൊക്കെ ആണല്ലോ എന്ന്. മാർജിൻ വരക്കുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ ഒരു MBA കോഴ്സിന് ചേർന്നിട്ടുണ്ട്. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് MBA എടുക്കുന്നത്. ജാനുവരിയിൽ ചേർന്നതാണ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നിട്ടുള്ളത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് സ്പെഷ്യലൈസേഷൻ, അതിലാണ്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ ലാസ്റ്റിന് നമുക്ക് അസൈൻമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു സബ്ജക്റ്റ് 60നും 80നും ഇടയിൽ പേജസ് വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എഴുതാനല്ലേ തത്രപ്പാടിലാണ് ഞാൻ. ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോൾ വെക്കണം. ഇവിടെ ഒരു സബ്ജക്റ്റ് കഴിയുന്നതേയില്ലോ. എൻ്റെ അമ്മോ, കഴിയാനായി. എത്ര പാടാ ഗൈസ് എഴുതാൻ. കുറേ കാലമായില്ലേ പെന്നും പെൻസിലൊക്കെ തൊട്ടിട്ട് എനിക്ക് കൈവേദനിച്ചിട്ട് വയ്യ. ഒന്നാമത് ഞാൻ അമർത്തി പിടിച്ചിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് നല്ല എഴുതുക. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വേദനിക്കും. പക്ഷെ നമ്മൾ തന്നെ എഴുതുന്നതാണ് നല്ലത്. പലരും പുറത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്നതാകുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും കുറച്ച് നോളജ് കിട്ടും. അത് എന്താണ് ഏതാണെന്ന് നല്ല മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് ഏറ്റവും ബെറ്റർ. പിന്നെ ഈ മാർജിൻ വരക്കലാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. വീട്ടിലാണെങ്കിൽ അച്ഛനെയും അമ്മേനെയും ഏട്ടനെയും എല്ലാം ഏൽപ്പിക്കായിരുന്നു. ഇവിടെ എൻ്റെ ഭർത്താവ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നീ തന്നെ ചെയ്താൽ മതി, നീ തന്നെ വരച്ചാൽ മതി. എന്താ ചോദിക്കുമ്പോൾ ഇതാണ് ഡയലോഗ്. പിന്നെ ഞാനൊന്നും ചോദിക്കാനും പോയില്ല. ഞാൻ തന്നെ വരക്കും, ഞാൻ തന്നെ എഴുതും. ഒരു മാർജിൻ വരച്ചു തരുന്നതിന് എന്താണല്ലേ എന്നോട് പറയാം, എനിക്ക് കഴിയുന്നില്ല, ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നതല്ലേ, നീ എന്നെ വരച്ചോന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഗ്നോന്ന്, അതായത് ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോ എന്നുണ്ടെങ്കിലും കോഴ്സ് ചെയ്യണം എന്നെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഡിഗ്രി പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ കേട്ടോ. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് കോഴ്സിനൊക്കെ ചേർന്നത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം. പുതിയ അപ്ഡേറ്റ്സൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കോളേജ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിലെല്ലാം വരും. പിന്നെ ഞാൻ ഈ ഒരു ജൂണിലാണ് നമ്മൾ എക്സാം വരുന്നത്. ആദ്യം ഞാൻ ഈ ഒരു സെമ്മ് ഈ പ്രാവശ്യം എഴുതേണ്ട, അടുത്ത ഡിസംബറിൽ എഴുതാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് കോളേജ് ഗ്രൂപ്പെല്ലാം ആക്കിയപ്പോൾ എല്ലാവരും നമ്മൾ സ്റ്റുഡൻസ് എല്ലാം നല്ല കമ്പനി ആയപ്പോൾ നമ്മൾ വെച്ച് ഓക്കെ എഴുതാം. പക്ഷേ എഴുതാൻ നിന്നിട്ടും ലാസ്റ്റോട്ട് എക്സാം രജിസ്റ്റർ ചെയ്തുകൊണ്ട് 7 സബ്ജക്റ്റും എഴുതാൻ സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ആകെ 4 സബ്ജക്റ്റ് എഴുതാനുള്ള സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്താ പറയുക, ആ ഒരു രജിസ്റ്റർ ചെയ്യേണ്ട ടൈം വരുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ പിന്നെ എല്ലാ സീറ്റ്സും കിട്ടും. എല്ലാ എക്സാമും എഴുതാനുള്ള, എല്ലാ സബ്ജക്റ്റും എഴുതാനുള്ള സീറ്റൊക്കെ കിട്ടുമല്ലോ. എനിക്കിതൊന്നും അറിയില്ലേനു. ഞാൻ വിചാരിച്ച് ഓക്കെ ഫസ്റ്റ് പിന്നെ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്താലേ കോളേജ് കിട്ടുമെന്നെല്ലാം പറയുന്നത് കേട്ടിന്. നമുക്ക് ഇഷ്ടമില്ല കോളേജ്. പക്ഷേ ഈ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്താലേ എല്ലാ സബ്ജക്റ്റും എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് ആകെ 4 സബ്ജക്റ്റ് എഴുതുന്നുണ്ട്. പക്ഷേ അസൈൻമെൻറ്റ് 7 വെക്കണം. അസൈൻമെൻറ്റിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെ തിയറി മാർക്ക് പോലെ തന്നെയാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.